വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് വീണ്ടും. കാരണം ഇത് മാറ്റി കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് വ്യക്തമായി. പിന്നെ അവർക്ക് ഒന്ന് പറയാൻ പറ്റുമോ ഇത് അതിനല്ല ഞങ്ങൾ പണപ്പിരിവിന് വേണ്ടിയിട്ടാണ് യോഗം നടത്തിയത് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്, നിഷേധിക്കുന്നത്. നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അല്ല, പണം ഏതെങ്കിലും പാർട്ടിയായി ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്കോ ഏതെങ്കിലും പാർട്ടി കമ്മിറ്റികൾക്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസീറ്റും കൊടുക്കുന്നു. അല്ല, ബാർ ഉടമയായ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിവിടെ അംഗീകരിക്കപ്പെട്ട ഒരു ബിസിനസ്സാണ്. ലൈസൻസ് കൊടുത്ത് സർക്കാർ തുക വാങ്ങിച്ച് അങ്ങോട്ട് ഫീസ് വാങ്ങിച്ച് നടത്തുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ഒരാൾക്ക് LDF ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ ഭാരവാഹി ആകാൻ പാടില്ല എന്നും അതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെടില്ല. അതൊരു അംഗീകൃത ബിസിനസ്സാണ് കേരളത്തിൽ. അതൊരു ഷെയ്ഡി ബിസിനസ്സാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഷെയ്ഡി ബിസിനസ്സാണെന്ന് എങ്ങനെ പറയണം? ഞാനതൊന്നും പറയുന്ന ആളല്ല. അല്ല, അതൊന്നും പറഞ്ഞ് കൈയടി മേടിക്കുന്ന ആളല്ല, അങ്ങനെയല്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമായിരിക്കും. അവർക്ക് ബന്ധങ്ങളുണ്ടല്ലോ. ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ബാർ ഉടമകളായിട്ട് ബന്ധം വരുമല്ലോ. ഇപ്പം എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാവർക്കും അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണല്ലോ ഇവരെല്ലാവരും. പക്ഷെ ഇത് ഒരു കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടി, അബ്കാരി പോളിസിയിൽ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവ് നടത്തിയത്. ഇത് മാറ്റിത്തരാം, കോഡ് ഓഫ് കോണ്ടക്ട് കഴിഞ്ഞാൽ ഇത് മാറ്റിത്തരാം എന്നാണ് ഓഫർ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവർ വന്നത് പറഞ്ഞാൽ മതി. ഞങ്ങളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ വിഷയം ഗൗരവതരമായി സർക്കാരിൻ്റെ മുമ്പിലുള്ള കാര്യമാണ്, സർക്കാർ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പണപ്പിരിവിനെ പറ്റി അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. അതല്ല പറഞ്ഞത് മന്ത്രിമാരാണ് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞത്. ഇങ്ങനെ ഒരു ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു. ചർച്ച നടത്തിയതിൻ്റെ തെളിവാണ് ഞാൻ ഇവിടെ ഹാജരാക്കിയത്. ഇതേ ടോപ്പിക്ക് വെച്ചിട്ട് നടത്തിയ ചർച്ച, ബാർ ഉടമകളുമായിട്ട് നടത്തിയ ചർച്ച, മെയ് 21 നടത്തിയ ചർച്ച. എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ വേഗം പൈസ കളക്ട് ചെയ്ത് കൊടുക്കണം. കാരണം 4-ാം തീയതി കോഡ് ഓഫ് കോണ്ടക്ട് മാറുമെന്നാണ് ഇതിൻ്റെ അത് പറയണ. പെരുമാറ്റച്ചട്ടം മാറിയാൽ ഉടനെ ഈ പോളിസി മാറ്റുമെന്നാണ്. സ്വാഭാവികമല്ലേ, അതങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ പറഞ്ഞതും അതും തമ്മിലുള്ള എന്താ ബന്ധം? അപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രമല്ല, അബ്കാരി പോളിസിയെക്കുറിച്ചുള്ള ചേഞ്ച് നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റി, സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വരെ ചർച്ച വന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തോടെ എതിർത്തിട്ടുണ്ട്. ഈ വിഷയം വന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ അവർ എതിർത്തിട്ടുണ്ട്. ഈ വിഷയം വന്നപ്പോൾ അല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് ഇതെങ്ങനെ ഈ വാർത്ത പുറത്തു പോയെന്നുള്ളതിനെ കുറിച്ച് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അല്ലാതെ ഈ അഴിമതി ആരോപണത്തെക്കുറിച്ച് അല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. മന്ത്രി കൊടുത്ത പരാതിയാണ്. ആ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത എങ്ങനെ പുറത്തു പോയെന്നാണ്. നേരത്തെ നടന്ന സംഭവം പോലെ. അതല്ലേ ഏറ്റവും വിചിത്രമായ കാര്യം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അദ്ദേഹം മരുമകനാണല്ലോ, അല്ലാത്ത കാര്യമൊന്നുമില്ല. അല്ലാതാവില്ലല്ലോ. ടൂറിസം വകുപ്പ് ഇതിൻ്റെ അകത്ത് അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അബ്കാരി പോളിസിയിലെ ചേഞ്ച് വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ്. അതിൽ ടൂറിസം വകുപ്പിന് എന്താ കാര്യം? ടൂറിസം വകുപ്പ് എന്തിനാണ് മീറ്റിംഗ് വിളിക്കുന്നത്? ഈ ടോപ്പിക്ക് വെച്ചിട്ട് ബാർ ഉടമകളുടെ യോഗം ടൂറിസം വകുപ്പ് വിളിച്ച് ചേർക്കുകയാണ്. എന്നിട്ട് ചർച്ച ചെയ്യാണ്, എന്നിട്ട് ആവശ്യപ്പെടുകയാണ്. ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് അബ്കാരി പോളിസിയിലെ ചേഞ്ചിനെ കുറിച്ച്. അതെന്താ അത് മനസ്സിലായല്ലോ നമുക്ക്. രണ്ട് വകുപ്പല്ലേ. അതാണ് MP രാജേഷിനോടുള്ള ഞങ്ങളുടെ ചോദ്യം കൂടി അതാണ്. ഈ ടൂറിസം വകുപ്പ് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ കൈകടത്തി എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിന് ഉണ്ടോയെന്ന് കൂടി പറയണം. അതെ, ഇത് നമ്മളിപ്പോൾ ഇതല്ലേ ആദ്യം പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ടൂറിസം വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. വിത്ത് എവിഡൻസാണ് ഞങ്ങൾ പറയുന്നത്. വ്യക്തിപരമായ ആക്ഷേപമല്ല, വിത്ത് എവിഡൻസ്. എന്നിട്ട് മന്ത്രിമാർ നുണ പറഞ്ഞു. രണ്ടുപേരും പച്ചക്കള്ളമാണ്. അല്ല, പ്രതിപക്ഷം സമര പരിപാടികളുമായിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് സമരങ്ങളുണ്ട്. KPCCയുടെ സമരപരിപാടി അടുത്ത ദിവസം തന്നെ KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കും.
UDF-ലെ ഘടകകക്ഷികൾ സമരവുമായി മുന്നോട്ട് പോകും. ആ സമരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കും. നിയമസഭാ സമ്മേളനം ആരംഭിച്ചാൽ UDF-ന്റെ കൂടി ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. നിരന്തരമായ സമരങ്ങളുണ്ടാകും. നമ്മൾ ഈ ഡിമാൻഡ് വെച്ചുകൊണ്ട് 2 മന്ത്രിമാർ രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഞങ്ങളെങ്ങനെയാണ് അറിയണത്? ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. സാമ്പത്തികകാര്യ സമിതിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളോട് ചർച്ച ചെയ്താലേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല. അത് വാർത്തകൾ വന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ കോഡ് ഓഫ് കോണ്ടക്റ്റ് അല്ലേ വരുന്നത്. ഞങ്ങൾ അതിനു മുമ്പ് ആദ്യം ഇത് വന്നത് സബ്ജക്ട് കമ്മിറ്റിയിൽ, അപ്പോൾ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചാലല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ റൂൾസ് ഫ്രെയിം ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ ഫ്രെയിം ചെയ്ത് അസംബ്ലിയുടെ ടേബിളിൽ വയ്ക്കുന്ന പുതിയ ബാർക്കോഴ വിവാദത്തിൽ സർക്കാർ എന്താണ് ഒളിച്ചു കളിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.